റയൽ മാഡ്രിഡ് അവരുടെ ആദ്യ മത്സരം കളറാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ കളറായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവസാന നിമിഷമാണ് ആ ഒരു വിന്നിംഗ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. 1-2 ഗോളിന്റെ ഒരു വിജയമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരം മൊത്തത്തിൽ റയലിന് നല്ലൊരു ആധിപത്യം പുലർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റയലിന്റെ പുതിയ സൈനിങ്സ് ആയിട്ടുള്ള എല്ലാ പുതിയ സൈനിങ്സും ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ സ്റ്റാർട്ട് ചെയ്തു, ചിലർ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് വന്നു. എനിവേ, തുടക്കത്തിൽ തന്നെ ജൂഡ് ബെല്ലിഹാമിലൂടെ റയൽ മാഡ്രിഡ് ആദ്യം ഗോൾ നേടുന്നു. അതിനുശേഷം സമനില ഗോൾ വരുന്നു. അവസാനം 90-ാം മിനിറ്റിലാണ് കാർലോസ് എഫ് പി എന്ന് പറയുന്ന അവരുടെ പുതിയ സെന്റർ ഫോർവേഡ് സൈനിങ്. ഒരു സെന്റർ ഫോർവേഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ബോക്സിനകത്ത് പെർഫെക്റ്റ് പൊസിഷനിൽ ആളുണ്ടായിരുന്നു. ആൾക്ക് കിട്ടിയ അവസരം ആൾ ഗോളാക്കി, ഒരു കിടിലൻ ഗോൾ നേടി. അങ്ങനെ 1-2 ഗോളിന്റെ ഒരു വിജയം ആദ്യത്തെ മത്സരത്തിൽ തന്നെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിലായിരിക്കും റയലിന്റെ കുറെ പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. കുറെ ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങൾ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് എല്ലാം ജോസെ മൗറിഞ്ഞോ വരുന്ന ദിവസങ്ങളിൽ പരിഹരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ മികച്ച ഒരു പെർഫോമൻസ് റയൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ റയലിന്റെ സ്ക്വാഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിം ഉണ്ട്, അത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേ, റയലിന്റെ ആ ഒരു പുതിയ സൈനിങ്സ് ആയിട്ടുള്ള യാൻ ഡയമൻഡെ, അതുപോലെ തന്നെ കാർലോസ് എഫ് പി, അതുപോലെ തന്നെ ഡംഫ്രീസ്, അതുപോലെ അവരുടെ സെന്റർ ബാക്ക് ആയിട്ടുള്ള കൊനാറ്റെ, അതുപോലെ തന്നെ ഈ ഒരു ബെർണാഡോ സിൽവ എല്ലാം കിടിലൻ കളി കളിച്ചിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള മാർക്ക് കുക്രേനയും സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ മാക്സിമം എല്ലാ സൈനിങ്സും അത്യാവശ്യം ഒരു ഡീസന്റ് പെർഫോമൻസ് ഈ മാച്ച് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ചില പേരുണ്ട്. ഒന്നാമത്തെ ജൂഡ് ബെല്ലിഹാമിന്റെ പേരാണ്. ആൾ വേറെ ലെവൽ ഗെയിമായിരുന്നു ഈ മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ആൾ വേറെ ലെവൽ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ആർതർ ഗുലറിൻ്റെത്. ആള് ആ ഒരു റൈറ്റ് സൈഡിലാണ് കളിപ്പിച്ചിരുന്നത്. ആൾ കുറച്ച് നല്ല ക്രോസസ് കൊടുക്കുന്ന കണ്ടു. അതുപോലെ തന്നെ ആളുടെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഫസ്റ്റത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കിടിലൻ പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പുതിയ സൈനിങ് ആയിട്ട് വന്നിട്ട് ഫസ്റ്റത്തെ ഡെബ്യൂവിൽ തന്നെ കാർലോസ് എഫ് പി ഇതുപോലെ ഒരു ബ്രില്യൻ ഗോൾ 90-ാം മിനിറ്റിൽ ടീമിന്റെ വിന്നിംഗ് ഗോൾ നേടി. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യൂ.